ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട ഫോറക്സ് ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് XNS എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം വഴി നിങ്ങൾക്ക് കോപ്പി ട്രേഡിംഗ് നമ്മൾ ട്രേഡ് ചെയ്യാതെ തന്നെ മറ്റുള്ളവരുടെ ട്രേഡുകൾ കോപ്പി ചെയ്ത് നമുക്ക് എങ്ങനെ വരുമാനം ഉണ്ടാക്കാം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ആ ഒരു ജസ്റ്റ് എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, എന്താണ് അത് ചെയ്താനുള്ള ബെനിഫിറ്റ്, മറ്റു കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഇതിൽ റിസ്ക് ഉണ്ടാവും, അതുപോലെ റിസ്ക് ഇല്ലാത്ത ട്രേഡിംഗ് സ്ട്രാറ്റജീസ് ഒന്നുമില്ല. അപ്പോൾ പല രീതിയിലുള്ള കോപ്പി ട്രേഡിങ്, പല ആളുകളും നല്ല രീതിയിൽ റിട്ടേൺ നൽകുന്ന കോപ്പി ട്രേഡിങ് നമുക്ക് ഇതിൽ നിന്ന് ആക്റ്റീവ് ആക്കാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഓട്ടോമാറ്റിക് നമുക്ക് ജസ്റ്റ് ഒന്ന് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന ട്രേഡ് നമ്മളെ അക്കൗണ്ടിലേക്കും അത് ആ ഒരു കോപ്പി ട്രേഡിങ് വരികയും കോപ്പി ട്രേഡ് ചെയ്യുകയും അതനുസരിച്ച് നമുക്ക് റവന്യൂ ഉണ്ടാക്കാനും പറ്റുന്നതാണ്. ഇപ്പോൾ XNSന്റെ പ്ലാറ്റ്ഫോമിൽ അത് ആരെങ്കിലും അക്കൗണ്ട് തുടങ്ങാത്തവരുണ്ടെങ്കിൽ തുടങ്ങാൻ വേണ്ടിയിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻ്റ് ആയിട്ട് ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ അക്കൗണ്ട് തുടങ്ങാൻ പറ്റും. അതിനുശേഷം നിങ്ങൾക്ക് ഡെമോ അക്കൗണ്ടിലൊക്കെ ട്രേഡ് ചെയ്ത് പഠിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഇതിൽ റിയൽ മണി ഇട്ട ആളുകൾക്ക് ചിലപ്പോൾ പല സ്ട്രാറ്റജീസും ചിലപ്പോൾ ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് ജസ്റ്റ് ഇതൊന്ന് പരീക്ഷ നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഓൺ റിസ്കിലാണ് ട്രേഡിംഗ് എന്ന് പറഞ്ഞത് നമുക്ക് അറിയാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അടങ്ങിയത് തന്നെയാണ്. അപ്പോൾ ആ റിസ്ക് നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ചെറിയ എമൗണ്ടുകൾ മാത്രം നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് XNSന്റെ പ്ലാറ്റ്ഫോം അല്ലേ. അതിൽ നിങ്ങൾക്ക് പേഴ്സണൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം പേഴ്സണൽ ഏരിയ എന്ന് പറയുന്ന ഭാഗത്താണ് ഇത് പോകേണ്ടത്. പേഴ്സണൽ ഏരിയ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ മൈ അക്കൗണ്ട് ഉണ്ട്, ഡെപ്പോസിറ്റ് ഉണ്ട്, വിഡ്രോവൽ ഉണ്ട്, അതുപോലെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി, ക്രിപ്റ്റോ വാലറ്റ്, അനലിറ്റിക്സ്. അതിൽ സോഷ്യൽ ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു ടാബ് കാണും. ഈ സോഷ്യൽ ട്രേഡിംഗ് എന്ന് പറയുന്ന ഭാഗത്താണ് നമുക്ക് കോപ്പി ട്രേഡിങ്ങിനുള്ള അവസരമുള്ളത്. അപ്പോൾ ഇതിൽ ഒരുപാട് കോപ്പി ട്രേഡിംഗ് ആളുകളുണ്ട്, കോപ്പി ട്രേഡിംഗ് സെറ്റപ്പുകളുണ്ട്. അപ്പോൾ അത് നമുക്ക് മിനിമം എത്ര, അതിൻ്റെ മിനിമം നമുക്ക് റിസ്ക്കും അതുപോലെ അവർക്കുള്ള പെർഫോമൻസ് ഫീ എത്രയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഏകദേശം ഒരു 30% ഒക്കെ വരുന്നുണ്ട്. മാക്സിമം 30% എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ 30% ആയിരിക്കും അവർക്ക് ഫീ ആയിട്ട് കൊടുക്കേണ്ടി വരിക. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തഡാണ്. അപ്പോൾ അത് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് വാലറ്റ് ഉണ്ട്, ഈ ഒരു XNSൽ ഇൻവെസ്റ്റ്മെൻറ്റ് വാലറ്റ് ഉണ്ട്. ആ വാലറ്റിലേക്ക് നമ്മൾ മിനിമം എമൗണ്ട് സ്റ്റാർട്ട് ചെയ്ത്, ഇപ്പോൾ ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഈ ഒരു ബെസ്റ്റ് സ്ട്രാറ്റജി ബൈ റിട്ടേൺ പെർ 3 മന്ത് എന്ന് പറഞ്ഞാൽ ഒരു 3 മാസം കൊണ്ട് 951% വീട്ടിലുള്ള ഒരു സ്ട്രാറ്റജി. ജസ്റ്റ് ഞാൻ അതിലൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനതൊരു ചെയ്ത് നോക്കിയിട്ടില്ല, ഒന്ന് ചെയ്ത് നോക്കുന്നുണ്ട്. നിങ്ങൾക്കും ഇത് ജസ്റ്റ് XNSൽ കയറിയിട്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അതിൻ്റെ ഓരോ സ്ട്രാറ്റജിയും അതിൻ്റെ പെർഫോമൻസ് ഫീയും മറ്റു കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഇതൊരു ഇന്ത്യക്കാരൻ്റെ സ്ട്രാറ്റജിയാണ്, ഇന്ത്യക്കാരൻ ട്രേഡറാണ്. അപ്പോൾ ജസ്റ്റ് അത് നോക്കാമെന്ന് കരുതി. അപ്പോൾ ഇതിൽ 338ഓളം ഇൻവെസ്റ്റേഴ്സ് ഈ ഒരു കോപ്പി ട്രേഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് മിനിമം നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ $10 ആണ്. $10 നിങ്ങൾക്ക് ഈ ഒരു ഇത് ആക്റ്റീവ് ആക്കാൻ പറ്റും. അതുപോലെ 30% പെർഫോമൻസ് ഫീ എന്ന് പറഞ്ഞത് 30% ആണ്. അതുപോലെ 1:2200 ലിവറേജും എടുക്കുന്നതാണ്. അപ്പോൾ അതനുസരിച്ച് ഇപ്പോൾ ഇതിൽ ട്രേഡുകൾ നമുക്ക് മുമ്പുള്ള ട്രേഡുകൾക്ക് ഓർഡേഴ്സ് എന്ന് പറഞ്ഞ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ ഓർഡേഴ്സും കാണാൻ പറ്റും. അവരിട്ടിരിക്കുന്ന ഓർഡേഴ്സ് ഇപ്പോൾ മെയ് 9 ഏകദേശം $9.22 പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഓരോ ഇത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് ചെക്ക് ചെയ്ത് നമുക്ക് അതിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ടായിരിക്കും. പക്ഷേ ഇതിൽ ഏകദേശം നല്ല പെർഫോമൻസ് കാണിക്കുന്ന ഒരു സ്ട്രാറ്റജി ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ ചെയ്യേണ്ടത്, ഇതിലേക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അതിൽ വിഡ്രോവൽ എന്ന് പറഞ്ഞ ഭാഗത്ത് പോകും. നിങ്ങളിപ്പോൾ ഓൾറെഡി നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങളൊരു MT5ൻ്റെ ഒരു റിയൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ ഡെപ്പോസിറ്റ് ചെയ്ത ആളുകളുണ്ടാവും. അപ്പോൾ ആ ഒരു ഫണ്ടിൽ നിന്നും നമ്മൾ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞ ഫണ്ടിലേക്ക് എമൗണ്ട് മാറ്റണം. അതിന് വിഡ്രോവൽ എന്ന് പറഞ്ഞ ഭാഗത്ത് പോവാം. വിഡ്രോവൽ എന്ന് പറഞ്ഞ ഭാഗത്ത് പോകുമ്പോൾ ഓൺലൈൻ ബാങ്ക്, നമുക്ക് വിഡ്രോവൽ ഓൺലൈൻ ബാങ്ക് ഒക്കെ നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്കൊക്കെ വിഡ്രോ ചെയ്യാം. അതിന് താഴെ ബിറ്റ്വീൻ യുവർ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ അതാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണാം. അതിൽ നിങ്ങൾക്ക് ഏത് ക്യാഷുള്ള അക്കൗണ്ട് ആണോ നിങ്ങളെ ഇപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള വാലറ്റ് കാണാം, ആ അക്കൗണ്ട് കാണാം. ആ അക്കൗണ്ടിന്റെ ബാലൻസ് ഇവിടെ കാണിക്കും. അതിൽ നിന്നും ടു അക്കൗണ്ട് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് വാലറ്റ് എന്നുള്ളതാക്കാം. അതിനുശേഷം എത്രയാണോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എത്രയാണോ ആ സ്ട്രാറ്റജിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് വാലറ്റിൽ വെക്കുന്നത്, അതനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ എമൗണ്ട് കൊടുത്തിട്ട് അത് മാറ്റാവുന്നതാണ്. ഞാനിപ്പോൾ ഓൾറെഡി $50 ജസ്റ്റ് ഇതിലേക്ക് ട്രൈ ചെയ്യാൻ വേണ്ടി ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഞാൻ ഇനി എങ്ങനെയാണ് അത് ആക്റ്റീവ് ആക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ വീണ്ടും സോഷ്യൽ ട്രേഡിങ്ങിലേക്ക് പോവാം. അതിനുശേഷം ആ ഒരു സ്ട്രാറ്റജീൻ്റെ ഭാഗത്ത് വരിക, ഡീറ്റെയിൽസിലേക്ക് പോവാം, ക്രിയേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എത്ര ഡോളറാണ് ആ ഒരു സ്ട്രാറ്റജിക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറ്റുന്നതെന്ന് ചോദിക്കുന്നത്. ഞാൻ ഇവിടെ 50 USD തന്നെയാണ് മാറ്റുന്നത്. 50 USD ക്രിയേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർട്ട് കോപ്പിയിങ് എന്ന് ഇവിടെ കാണിക്കും. ഓക്കെ, ഇപ്പോൾ ഇത് ആക്റ്റീവ് ആയിട്ടുണ്ട്. എൻ്റെ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, ഈ ഒരു 50 USDൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ആയിട്ടുണ്ട്, ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ സ്റ്റോപ്പ് കോപ്പി എന്ന് ക്ലിക്ക് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു കോപ്പി ട്രേഡിങ് ഇവിടെ സ്റ്റോപ്പ് ആകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും സ്ട്രാറ്റജി, ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു അക്കൗണ്ട് ഇപ്പോൾ 50 USD ഞാൻ ഇൻവെസ്റ്റ് ചെയ്തല്ലോ, ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നെക്സ്റ്റ് വീക്ക് ഞാൻ ഈ ഒരാഴ്ച നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിൽ നിന്നും എന്തെല്ലാം പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എത്ര ലോട്ട് സൈസ് ആണോ അവരെടുക്കുന്നത് എന്നൊക്കെ നമുക്കിത് ഞാൻ അടുത്ത ആഴ്ച ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നതാണ്, ഇതിൻ്റെ റിസൾട്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സോഷ്യൽ ട്രേഡിങ്ങിൽ വരിക. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്ട്രാറ്റജി ഇപ്പോൾ ബാക്ക് അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇപ്പോൾ മൾട്ടിപ്പിൾ സ്ട്രാറ്റജി നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്കിപ്പോൾ 50 USD ഉണ്ടെങ്കിൽ 5 സ്ട്രാറ്റജി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി നോക്കിയതാണ്. അതുപോലെ ഓരോ സ്ട്രാറ്റജി ഇവിടെ ഉണ്ട്. ഏറ്റവും റിസ്ക് കുറഞ്ഞ സ്ട്രാറ്റജികളുണ്ട്, അതുപോലെ സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ സ്ട്രാറ്റജികളുണ്ട്. അപ്പോൾ അതൊക്കെ ഇവിടെ സ്വിംഗ് ട്രേഡിൻ്റെ അവിടെ ഉണ്ട് 290%. ആളുകളുടെ എണ്ണൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട്. നമുക്ക് DS സ്ട്രാറ്റജി, ഗ്രോത്ത്, അതുപോലെ തന്നെ മെഗാ, $1 ബില്യൺ അങ്ങനെ ഓരോന്നും കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ 13,038% റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം എങ്ങനെയാണ്. പക്ഷെ ഇതിൽ ഇങ്ങനെ കൊടുത്തത് നിങ്ങൾ ഇതിൽ ഇൻവെസ്റ്റേഴ്സ് 0 എന്നുള്ളത് അതിൽ ചെയ്യാതിരിക്കുക. കാരണം ആരും ഇൻവെസ്റ്റ് ചെയ്യാത്തൊരു സ്ട്രാറ്റജിയാണിത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ മോസ്റ്റ് കോപ്പീഡ് സ്ട്രാറ്റജി എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കോപ്പി ചെയ്തിട്ടുള്ള ഇത് കാണാൻ പറ്റും. ഇവിടെ സ്കാൽപ്പ്, ഗോൾഡ് സ്കാൽപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ മിനിമം ഡെപ്പോസിറ്റ് 10 USD തന്നെയാണ്. ഏകദേശം 4267 ആളുകൾ കോപ്പി ചെയ്യുന്നുണ്ട് ഈ ഒരു സ്ട്രാറ്റജി. അതുപോലെ 30% പെർഫോമൻസ് ഫീ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഓർഡേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ ക്ലോസ്ഡ് ഓർഡേഴ്സിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ലോസ് ആണോ പ്രോഫിറ്റ് ആണോ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ഏതായാലും ഗോൾഡ് തന്നെയാണ് ഞാൻ ഇപ്പോൾ ആക്റ്റീവ് ആക്കിയിട്ടുള്ള സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഗോൾഡ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ റിട്ടേൺ അതെങ്ങനെയാണ് റിട്ടേൺ എന്നൊക്കെ ഞാൻ പിന്നീട് അറിയിക്കുന്നതായിരിക്കും ഈ ഒരു ഇതിൽ. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക, നിർബന്ധമല്ല. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റീസ് കൂടി ഈ ഒരു XNSൻ്റെ പ്ലാറ്റ്ഫോമിൽ ഉണ്ട് എന്ന് അറിയിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് XNSൽ അക്കൗണ്ട് തുടങ്ങണമെന്നുണ്ടെങ്കിൽ താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് XNSൽ അക്കൗണ്ട് തുടങ്ങാം. നമുക്കെല്ലാം അടുത്ത വീഡിയോ കൊടുക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.